നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. 2024 മെയ് മാസത്തെ സുപ്രധാനമായ വാർത്തകളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അതിലാദ്യത്തെ വാർത്ത ഇതാണ്. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയുടെ പേരാണ് നമ്മൾ ആദ്യമായി പറയുന്നത്. ക്യാമ കാർത്തികേയൻ ആണ് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയുടെ പേരാണ് ക്യാമ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും 16-കാരിയായ ക്യാമ കാർത്തികേയൻ ആണ്. അടുത്ത വാർത്ത ഇതാണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയുടെ പേര്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയുടെ പേരാണ് ഗോപിചന്ദ് തോട്ടക്കുറ. ഇദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയുടെ പേരാണ് ഗോപിചന്ദ് തോട്ടക്കുറ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് മൈക്കൽ സ്റ്റാർ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് മൈക്കൽ സ്റ്റാർ. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരിയുടെ പേരാണ് ജെന്നി എർപെൻബെക്ക്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരിയുടെ പേരാണ് ജെന്നി എർപെൻബെക്ക്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെന്നി എർപെൻബെക്ക്. അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെന്നി എർപെൻബെക്ക്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ നോവലാണ് കൈറോസ് എന്നത്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ നോവലാണ് കൈറോസ്. കൈറോസ് എന്ന കൃതിയുടെ പരിഭാഷകനാണ് മൈക്കൽ ഹോഫ്മാൻ. കൈറോസ് എന്ന കൃതിയുടെ പരിഭാഷകന്റെ പേരാണ് മൈക്കൽ ഹോഫ്മാൻ. 2024 80 വർഷം പൂർത്തിയാകുന്ന ബഷീറിൻ്റെ നോവലാണ് ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന ബഷീറിൻ്റെ നോവലിന് 2024 80 വർഷം പൂർത്തിയാവുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവലാണ് ബാല്യകാലസഖി. കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കുവാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മൈൻഡ് ബ്ലോവേഴ്സ്. കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കാനഡയിലെ പ്രസിദ്ധമായ മഗിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. കാനഡയിലെ പ്രസിദ്ധമായ മഗിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞയുടെ പേരാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ GV രാജയുടെ പേരിൽ GV രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ GV രാജയുടെ പേരിൽ GV രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് പൂഞ്ഞാറിലാണ്, കോട്ടയം ജില്ലയിലാണ് പൂഞ്ഞാർ. അടുത്തയിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ ഇറാൻ പ്രസിഡന്റിൻ്റെ പേരാണ് ഇബ്രാഹിം റൈസി. അടുത്തയിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റിൻ്റെ പേരാണ് ഇബ്രാഹിം റൈസി. ഇറാൻ്റെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായത് മുഹമ്മദ് മൊഖ്ബാർ ആണ്. ഇറാൻ്റെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായത് മുഹമ്മദ് മൊഖ്ബാർ ആണ്. 2024 മെയ് രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. 2024 മെയ്യിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. 2025 കേരളം സമ്പൂർണ്ണ സ്റ്റാമ്പ് സംസ്ഥാനമായി മാറ്റുക എന്നതാണ് ലക്ഷ്യം. 2025 കേരളം സമ്പൂർണ്ണ സ്റ്റാമ്പ് സംസ്ഥാനമായി മാറുക എന്നതാണ് ലക്ഷ്യം. 2024 മാതൃദിനം മെയ് 12 തീയതിയായിരുന്നു. 2024 മാതൃദിനമായി ആഘോഷിച്ചത് 2024 ആയിരുന്നു. മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് മാതൃദിനമായി ആചരിക്കുന്നത്. മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് മാതൃദിനമായി ആചരിക്കുന്നത്. ചട്ടമ്പിസ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം ആണ്. ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്കിലാണ്. ചട്ടമ്പിസ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്കിലായിരുന്നു.
മലയാറ്റൂർ ഫൗണ്ടേഷന്റെ മൂന്നാമത് സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് MV ജനാർദ്ദനൻ ആയിരുന്നു. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ മൂന്നാമത് സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് MV ജനാർദ്ദനൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതിയായിരുന്നു പെരുമലയൻ. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് പെരുമലയൻ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ മൂന്നാമത് സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് MV ജനാർദ്ദനൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് പെരുമലയൻ എന്നായിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി എന്ന ജീവിയെ സംരക്ഷിക്കുവാനായിട്ട് 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെയാണ് പോളോ പോണി എന്ന് പറയുന്നത്. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെയാണ് പോളോ പോണി എന്ന് പറയുന്നത്. 2024 മെയ് മാസത്തിൽ അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട വ്യക്തിയാണ് രഘുനന്ദൻ കമ്മത്ത്. 2024 മെയ്യിൽ അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് രഘുനന്ദൻ കമ്മത്ത്. നാച്ചുറൽസ് ഐസ്ക്രീം സ്ഥാപകൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. നാച്ചുറൽസ് ഐസ്ക്രീം സ്ഥാപകനാണ് ഇദ്ദേഹം. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരാണ് മൈത്രി 2 എന്നത്. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരാണ് മൈത്രി 2 എന്നത്. സാഹിത്യ അക്കാദമിയുടെ 2021 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. സാഹിത്യ അക്കാദമിയുടെ 2021 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ എഴുത്തുകാരൻ്റെ പേരാണ് റസ്കിൻ ബോണ്ട്. അടുത്തിടെ ശെന്തരിണി വന്യജീവി സങ്കേതത്തിൽ കണ്ടെപ്പെട്ട ഒരു സസ്യമാണ് ഹാബ്രോസിസ്റ്റം സഹ്യാദ്രി എന്നത്. അടുത്തിടെ ശെന്തരിണി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തപ്പെട്ട ഒരു സസ്യമാണ് ഹാബ്രോസിസ്റ്റം സഹ്യാദ്രി. ഇത് ശെന്തരുണി എന്ന ജീവിവർഗത്തിൽപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഇരുര, ശെന്തരുണി എന്നിവ ഏത് ജീവിവർഗത്തിൽപ്പെടുന്ന എന്നാൽ ചിലന്തി വർഗത്തിൽപ്പെടുന്നതാണ്. ചിലന്തി വർഗത്തിൽപ്പെടുന്നതാണ് ഇരുര, ശെന്തരുണി, അതേപോലെ തന്നെ ഹാബ്രോസിസ്റ്റം സഹ്യാദ്രി എന്നിവ ഏത് ജീവികളാണ് എന്ന് ചോദിച്ചാൽ സസ്യങ്ങളിൽ വളരുന്ന ഒരു ചിലന്തിയാണ്. ഹാബ്രോസിസ്റ്റം സഹ്യാദ്രിയും ഇരുര, ശെന്തരണിയും ചിലന്തി വർഗത്തിൽപ്പെടുന്ന ജീവികളാണ്. ഇത് കാണപ്പെടുന്നത് സസ്യങ്ങളിലാണ്. ഹാബ്രോസിസ്റ്റം സഹ്യാദ്രി, ഇരുര, ശെന്തരണി എന്നിവ ചിലന്തി വർഗത്തിൽപ്പെടുന്ന ജീവികളാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യമായിട്ട് വെനസ്വേല മാറ്റപ്പെടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യമായി വെനസ്വേല മാറ്റപ്പെട്ടു. കിഴക്കിൻ്റെ നോബൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സമ്മാനമാണ് ഷാ പ്രൈസ്. 2024 ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ് ആർ കുൽക്കർണി. കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന സമ്മാനമാണ് ഷാ പ്രൈസ്. 2024 ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ്റെ പേരാണ് ശ്രീനിവാസ് ആർ കുൽക്കർണി. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേരാണ് സ്ലാഷ്. നീന്തൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നീന്തൽ പരിശീലനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകുന്ന കേരള സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേരാണ് സ്ലാഷ് എന്നത്. ലോക്സഭാ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പാണ് സി വിജിൽ എന്നത്. ലോക്സഭാ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പാണ് സി വിജിൽ എന്ന ആപ്പ്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി എന്നിവരാണ്. സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ചേർന്ന സഖ്യമാണ് തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത്. അക്വാട്ടിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഭൂട്ടാൻ. അക്വാട്ടിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഭൂട്ടാൻ. നിരവധി തവണ പൊട്ടിത്തെറിച്ച സെമേരു എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. നിരവധി തവണ പൊട്ടിത്തെറിച്ച സെമേരു എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. മെർസ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലാണ് മെർസ് കൊറോണ എന്ന വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2024 ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ടു പോയ ഒരു കൈവഴിയുണ്ട്. അതിൻ്റെ പേരാണ് അഹ്റാമത്ത് എന്നാണ്. 2024 മെയ് മാസത്തിൽ ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ടു പോയ കൈവഴിയുടെ പേരാണ് അഹ്റാമത്ത് എന്നത്.
സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് അക്ഷര മ്യൂസിയം എന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് അക്ഷര മ്യൂസിയം എന്നത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22 2024 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം പദ്ധതിയുടെ ഭാഗമാകുക എന്നതാണ്. ബി പാർട്ട് ഓഫ് ദ പ്ലാൻ. ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോഡൈവേഴ്സിറ്റി 2024 സ്ലോഗൻ അല്ലെങ്കിൽ തീമാണ് പദ്ധതിയുടെ ഭാഗമാകുക അല്ലെങ്കിൽ ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്നത്. ആനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി റെയിൽവേയുടെ പുതിയ AI പദ്ധതിയാണ് ഗജരാജ എന്നത്. ആനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി റെയിൽവേയുടെ പുതിയ AI പദ്ധതിയുടെ പേരാണ് ഗജരാജ എന്നത്. 2024 50 വർഷം പൂർത്തിയാക്കുന്ന SNDP യോഗത്തിൻ്റെ രണ്ടാമത്തെ പത്രത്തിൻ്റെ പേരാണ് യോഗനാഥം. 2024 50 വർഷം പൂർത്തിയാക്കുന്ന SNDP യോഗത്തിൻ്റെ രണ്ടാമത്തെ മുഖപത്രമാണ് യോഗനാഥം. ആദ്യം പ്രസിദ്ധീകരണം വിവേകോദയം എന്ന പത്രമായിരുന്നു. SNDPയുടെ ആദ്യത്തെ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് വിവേകോദയം എന്നായിരുന്നു. IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ താരമായി വിരാട് കോഹ്ലി മാറ്റപ്പെട്ടു. IPL ക്രിക്കറ്റിൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39ാമത്തെ സ്ഥാനമാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39ആണ്. ഈ റിപ്പോർട്ട് പ്രകാരം പട്ടികയിൽ ഒന്നാമതുള്ളത് അമേരിക്കയാണ്. അമേരിക്കയാണ് ഒന്നാമത്. സ്പെയിൻ 2ാം സ്ഥാനത്തും ജപ്പാൻ 3ാം സ്ഥാനത്തുമാണ്. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPACയുടെ വജ്രജൂബിലിയോടുമനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച നാടകത്തിൻ്റെ പേരായിരുന്നു ഒളിവിലെ ഓർമ്മകൾ. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPACയുടെ വജ്രജൂബിലിയോടും അനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച നാടകമാണ് ഒളിവിലെ ഓർമ്മകൾ. തോപ്പിൽ ഭാസിയുടെ ആത്മകഥാപരമായ കൃതിയാണ് ഒളിവിലെ ഓർമ്മകൾ എന്നത്. തോപ്പിൽ ഭാസിയുടെ ആത്മകഥാപരമായ കൃതിയാണ് ഒളിവിലെ ഓർമ്മകൾ എന്ന കൃതി. ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിക്കുന്നത് അഥവാ നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് ആചരിക്കുന്ന ദിനമാണ് മെയ് 11. ദേശീയ സാങ്കേതിക ദിനം അഥവാ നാഷണൽ ടെക്നോളജി ഡേ ആയി ആചരിക്കുന്നത് മെയ് 11. ഓക്സ്ഫോർഡ് എക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളാണ് കൊച്ചിയും തൃശ്ശൂരും. ഓക്സ്ഫോർഡ് എക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളാണ് കൊച്ചിയും തൃശ്ശൂരും. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേളയാണ് ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ. അത് ലണ്ടനിലാണ് നടത്തപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേളയാണ് ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ. ഇത് ലണ്ടനിലാണ് നടത്തപ്പെടുന്നത്. 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്റർ അണ്ടർ 20 വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ദീപ്തി ജീവൻജി. തെലങ്കാന സ്വദേശിയാണ് ദീപ്തി. വേദി കോബോയായിരുന്നു. ജപ്പാനിലെ കോബോയിലായിരുന്നു ഇത് നടന്നത്. 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്റർ അണ്ടർ 20 വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ദീപ്തി ജീവൻജി. തെലങ്കാന വേദി കോബോയായിരുന്നു. തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിനമാണ് മെയ് 21. തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിനമാണ് മെയ് 21. 2024 മെയ് മാസത്തിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ജയിൽ സൂപ്രണ്ടിൻ്റെ പേരായിരുന്നു മേരി രത്നാഭായി. 2024 അന്തരിച്ചു. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ടിൻ്റെ പേരാണ് മേരി രത്നാഭായി. ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ആഗ്. ഗുണ്ടകളെ പിടികൂടാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ് എന്നത്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേരാണ് ശക്തി. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേരാണ് ശക്തി എന്നത്. ഇതിൻ്റെ വേദി മേഘാലയ ആണ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമാണ് ശക്തി എന്നത്. ഇത് നടത്തപ്പെടുന്നത് മേഘാലയയിലാണ്. 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവിൻ്റെ പേര് അലക്സാണ്ടർ സ്വരോവ് എന്നാണ്. അദ്ദേഹം ജർമ്മനിക്കാരനാണ്. 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവിൻ്റെ പേരാണ് അലക്സാണ്ടർ സ്വരോവ്. 2024 ഇറ്റാലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് ഇക സ്വിത്തേക്കാണ്. പോളണ്ട് സ്വദേശിനിയാണ് ഇക സ്വിത്തേക്ക്. വേൾഡ് മെട്രോളജി ദിനമായി ആചരിക്കുന്ന ദിനമാണ് മെയ് മാസം 20. മെയ് മാസം 20 ലോക മെട്രോളജി ദിനമായി ആചരിക്കുന്നത്.
പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം. 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ചു. ആർക്കാണ്? പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യമാണ് UAE. UAE ആണ് ബ്ലൂ റെസിഡൻസി വിസ അനുവദിക്കുന്നത്. 2024 ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2024 ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലാ മൊറേനാഡ എന്ന നൃത്തരൂപത്തിൻ്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള അവകാശവാദത്തിൽ തർക്കത്തിലുള്ള രാജ്യങ്ങളാണ് പെറുവും ബൊളീവിയയുമാണ്. ലാ മൊറനാഡ എന്ന നൃത്തരൂപത്തിൻ്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള അവകാശവാദത്തിൽ തർക്കത്തിലുള്ള രാജ്യങ്ങളാണ് പെറുവും ബൊളീവിയയും. റഷ്യയുടെ നിലവിലെ പ്രധാനമന്ത്രിയുടെ പേരാണ് മിഖായേൽ മിഷുസ്റ്റിൻ. റഷ്യയുടെ നിലവിലെ പ്രധാനമന്ത്രിയുടെ പേരാണ് മിഖായേൽ മിഷുസ്റ്റിൻ. 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് ആയി ഉൾപ്പെട്ട റോക്കിയ ഹുസൈൻ്റെ നോവലിൻ്റെ പേരാണ് സുൽത്താൻസ് ഡ്രീം എന്നത്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡായി ഉൾപ്പെട്ട റോക്കിയ ഹുസൈൻ്റെ നോവലിൻ്റെ പേരാണ് സുൽത്താൻസ് ഡ്രീം എന്നത്. 30ാമത് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി കപ്പ് ജേതാക്കൾ ജപ്പാനാണ്. 30ാമത് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ജപ്പാൻ. കാസാബ്ലാങ്ക ചെസ് ടൂർണമെൻറ്റിലെ വിജയിയാണ് മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസനാണ് കാസാബ്ലാങ്ക ചെസ് ടൂർണമെൻറ്റിലെ വിജയി. ലോക തേനീച്ച ദിനമായി ആചരിക്കുന്നത് മെയ് 20 ലോക തേനീച്ച ദിനമായി ആചരിക്കുന്നത് മെയ് 20 2024 ലോക തേനീച്ച ദിനത്തിൻ്റെ പ്രമേയമാണ് ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത്. 2024 ലോക തേനീച്ച ദിനത്തിൻ്റെ പ്രമേയമാണ് ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത് എന്നത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനമാണ് പൂനെ. പൂനെ ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നത്. 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കുന്നത് മെയ് 17 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കുന്നത് മെയ് 17 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിൻ്റെ പ്രമേയം നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, നിയന്ത്രിക്കുക, കൂടുതൽ കാലം ജീവിക്കുക എന്നതാണ്. നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, നിയന്ത്രിക്കുക, കൂടുതൽ കാലം ജീവിക്കുക എന്നതാണ് 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിൻ്റെ പ്രമേയം എന്നത്. ലോക ആമദിനമായി ആചരിക്കുന്നത് മെയ് 23 ലോക ആമദിനമെന്ന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മെയ് 23. ലോക ആമദിനമാണ് മെയ് 23. 2024 മെയ്യിൽ KSEB ചെയർമാനായി നിയമിതനായത് ബിജു പ്രഭാകറാണ്. 2024 മെയ്യിൽ KSEB ചെയർമാനായി നിയമിതനായത് ബിജു പ്രഭാകരനാണ്. വൈഷ്ണവൻ ട്രസ്റ്റിൻ്റെ 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് തുളസീവനം R രാമചന്ദ്രൻ നായർക്കാണ്. വൈഷ്ണവൻ ട്രസ്റ്റിൻ്റെ 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് തുളസീവനം R രാമചന്ദ്രൻ നായർക്കാണ്. 2024 മെയ്യിൽ 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. 2024 മെയ് 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ്റെ പേരാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം എന്നാണ്. ആരുടെ സമാധി ദിനമാണ് മഹാഗുരുവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം 2024 എന്നാണ്. കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് മെയ് 17. അപ്പം മെയ് 17 കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ രാമചരിതമാനസം തുളസീദാസാണ് എഴുതിയിരിക്കുന്നത്. പഞ്ചതന്ത്രം കഥകൾ വിഷ്ണു ശർമ്മയാണത് എഴുതിയിരിക്കുന്നത്. അതേപോലെ സഹൃദയ ലോകവായന അതെഴുതിയിരിക്കുന്നത് ആചാര്യ ആനന്ദ വർദ്ധനയാണ്. സുൽത്താൻസ് ഡ്രീം തയ്യാറാക്കിയിരിക്കുന്നത് റോക്കിയ ഹുസൈനാണ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ രാമചരിതമാനസം തുളസീദാസിൻ്റെതാണ്. പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മയുടേതാണ്. സഹൃദയ ലോകലോകന അത് ആചാര്യ ആനന്ദ വർദ്ധനയുടേതാണ്. സുൽത്താൻസ് ഡ്രീം എന്ന കൃതി തയ്യാറാക്കിയിരിക്കുന്നത് റോക്കിയ ഹുസൈനാണ്. അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ്. അന്താരാഷ്ട്ര നഴ്സസ് ദിനം മെയ് 12. അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത് മെയ് 12.
2024 അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തിൻ്റെ പ്രമേയമാണ് നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി പരിചരണത്തിൻ്റെ സാമ്പത്തിക ശക്തി എന്നത്. 2024 അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തിൻ്റെ പ്രമേയമാണ് നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി പരിചരണത്തിൻ്റെ സാമ്പത്തിക ശക്തി എന്നത്. അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ ദ എക്കണോമിക് പവർ ഓഫ് കെയർ എന്നതാണ് അതിൻ്റെ പൂർണ്ണമായ സ്ലോഗൻ. അമേരിക്കയിലെയും കാനഡയിലെയും വനിതാ എഴുത്തുകാർക്ക് നൽകുന്ന കരോൾ ഷീൽഡ്സ് പ്രൈസ് 2024 ലഭിച്ച അമേരിക്കൻ എഴുത്തുകാരിയുടെ പേരാണ് വി ഗണേശാനന്ദൻ. ശ്രീലങ്കൻ വംശജയാണ് ഇവർ. ഇവരുടെ നോവലിൻ്റെ പേരാണ് ബ്രദർലെസ് നൈറ്റ്സ്. അമേരിക്കയിലെയും കാനഡയിലെയും വനിതാ എഴുത്തുകാർക്ക് നൽകുന്ന കരോൾ ഷീൽഡ്സ് പ്രൈസ് 2024 ലഭിച്ച അമേരിക്കൻ എഴുത്തുകാരിയാണ് വി ഗണേശാനന്ദൻ. ശ്രീലങ്കൻ വംശജയാണ്. ഇവരുടെ നോവലാണ് ബ്രദർലെസ് നൈറ്റ്സ് എന്നത്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാമാണ്. നെതർലൻഡ്സിലാണ് നോട്ടർഡാം. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാമാണ്. നെതർലൻഡ്സിലാണ് റോട്ടർഡാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ വ്യക്തിയാണ് കമിറിത ഷെർപ്പ. 29 തവണയാണ് കമിറിത ഷെർപ്പ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വിദേശി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബ്രിട്ടീഷുകാരനാണ് കെൻഡൻ കൂൾ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വിദേശി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ബ്രിട്ടീഷുകാരനാണ് കെൻഡൻ കൂൾ. 18 തവണ ഇദ്ദേഹം എവറസ്റ്റ് കീഴടക്കുകയുണ്ടായി. 18 തവണ ഇദ്ദേഹം എവറസ്റ്റ് കീഴടക്കുകയുണ്ടായി. ഈഗ്ല എസ് വ്യോമ പ്രതിരോധ സംവിധാനം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്? റഷ്യയിൽ നിന്നാണ് ഈഗ്ല എസ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങുന്നത്. ഈഗ്ല എസ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഇറാനിലെ ചബഹർ തുറമുഖ ടെർമിനലിൻ്റെ നടത്തിപ്പ് ചുമതല 2024 10 വർഷത്തേക്ക് ഏറ്റെടുത്ത രാജ്യം. ഇറാനിലെ ചബഹർ തുറമുഖ ടെർമിനലിൻ്റെ നടത്തിപ്പ് ചുമതല 2024 10 വർഷത്തേക്ക് ഏറ്റെടുത്ത രാജ്യമാണ് ഇന്ത്യ. ഇറാനിലെ ചബഹർ തുറമുഖ ടെർമിനലിൻ്റെ നടത്തിപ്പ് ചുമതല 2024 10 വർഷത്തേക്ക് ഏറ്റെടുത്ത രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ 50 വാർഷികം അല്ലെങ്കിൽ 50ാമത് വാർഷികം ആചരിക്കപ്പെടുന്നത് 2024 മെയ് 18-ാം തീയതിയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ 50ാം വാർഷികം ആചരിക്കപ്പെടുന്നത് 2024 മെയ് 18-നാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യ വിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് PDS എന്നത്. SMAR സ്മാർട്ട് PDS എന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യ വിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട് PDS എന്നത്. ഗ്രീൻ എനർജി കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് അനീഷ് ശേഖർ. ഗ്രീൻ എനർജി കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് അനീഷ് ശേഖർ. അടുത്തയിടെ ഭൂമിയിലുണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായി സൂര്യനിൽ നടന്നൊരു പ്രതിഭാസമുണ്ട്. അതിൻ്റെ പേരാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്നത്. അടുത്തയിടെ ഭൂമിയിലുണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായി സൂര്യനിൽ നടന്ന പ്രതിഭാസമാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്നത്. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററുടെ പേരാണ് ശ്യാം നിഖിൽ. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. ഇന്ത്യയുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററാണ് ശ്യാം നിഖിൽ. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസിയാണ് നാസ. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസിയാണ് നാസ. പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഫ്ലോട്ട് എന്നാണ്. ഫ്ലോട്ട് എന്നാണ് ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. 2024 മെയ്യിൽ അന്തരിച്ച കനേഡിയൻ സാഹിത്യകാരിയുടെ പേരാണ് ആലീസ് മൺറോ. 2024 മെയ്യിൽ അന്തരിച്ച കനേഡിയൻ സാഹിത്യകാരിയുടെ പേരാണ് ആലീസ് മൺറോ. 2024 മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയിടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഹിദായ എന്നത്. 2024 മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയിടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഹിദായ. അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലി വർഗത്തിൽപ്പെട്ട സസ്യമാണ് എംബ്ലിക്ക ചക്രവർത്തിയ എന്നത്. അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലി വർഗത്തിൽപ്പെട്ട സസ്യമാണ് എംബ്ലിക്ക ചക്രവർത്തിയ എന്നത്.
സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തെ പിന്തള്ളിയാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയത് എന്നതിൻ്റെ ഉത്തരമാണ് ജപ്പാൻ. ജപ്പാനെ പിന്തള്ളിയാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയത്. ഒന്നാം സ്ഥാനത്ത് ചൈനയും, രണ്ടാം സ്ഥാനത്ത് അമേരിക്കയും, മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയും, നാലാം സ്ഥാനത്ത് ജപ്പാനുമാണ് നിലവിൽ ഉള്ളത്. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22 അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 12 കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ് എന്നത്. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ്. ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ 25-ൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മണിക് ബത്ര എന്നത്. ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ 25-ൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മണിക ബത്ര. സ്ഥാനം 24. 2023-ലെ 47ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച ചിത്രമാണ് ആട്ടം എന്നത്. 2023-ലെ 47ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടമാണ്. അതിൻ്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിജു മേനോനാണ്. ഫിലിം ഗരുഡനാണ്. മികച്ച നടൻ ബിജു മേനോൻ, സിനിമ ഗരുഡൻ. വിജയരാഘവൻ പൂക്കാലം. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശിവതയാണ്. ജവാനും മുല്ലപ്പൂവും എന്നതാണ് സിനിമ. 2023-ലെ 47ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച നടൻ ബിജു മേനോൻ, സിനിമ ഗരുഡൻ. വിജയരാഘവൻ, സിനിമ പൂക്കാലം. മികച്ച നടി ശിവത. ജവാനും മുല്ലപ്പൂവും എന്നതായിരുന്നു സിനിമ. മികച്ച നടിയായിട്ടും മറ്റൊരാൾ കൂടിയുണ്ട്, സെറിൻ ഷിഹബാണ്. അവരുടെ സിനിമയുടെ പേര് ആട്ടം എന്നായിരുന്നു. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് കപിൽ സിബൽ. സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കപിൽ സിബൽ. 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് മലപ്പുറം. 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് മലപ്പുറം. രോഗത്തിന് കാരണമാകുന്ന അമീബിയ, അതിൻ്റെ പേരാണ് നെഗ്ലറിയ ഫുലേറി എന്നത്. രോഗത്തിന് കാരണമാകുന്ന അമീബിയയുടെ പേരാണ് നെഗ്ലറിയ ഫുലേറി എന്നത്. ഡിമെൻഷ്യ ബാധിതരെ സംരക്ഷിക്കാൻ സർക്കാർ സഹായത്താൽ സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിൽ പകൽ വീടുകൾ ഒരുക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി എന്നത്. ഡിമെൻഷ്യ ബാധിതരെ സംരക്ഷിക്കാനായി സർക്കാർ സഹായത്താൽ സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിൽ പകൽ വീടുകൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി എന്നത്. 2024 മെയ്യിൽ ഗൂഗിളിൻ്റെ വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് സെർച്ചിങ്ങിനായി അവതരിപ്പിച്ച AI അസിസ്റ്റന്റിൻ്റെ പേരാണ് അസ്ത്ര എന്നത്. 2024 മെയ്യിൽ ഗൂഗിളിൻ്റെ വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് സെർച്ചിങ്ങിനായി അവതരിപ്പിച്ച AI ആർട്ടിഫിഷ്യൽ അസിസ്റ്റന്റിൻ്റെ പേരാണ് അസ്ത്ര എന്നത്. 2023-ലെ ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 2023-ലെ ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണൽ ആയി പ്രഖ്യാപിച്ചത് സെല ടണൽ ആണ്. ഇത് അരുണാചൽ പ്രദേശിലാണ്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണൽ ആയി പ്രഖ്യാപിച്ചത് സെല ടണൽ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ 2024-ലെ വേദി ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ 2024-ലെ വേദിയാണ് ന്യൂഡൽഹിയാണ് ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ 2024-ലെ വേദി. ദേശീയ ഡെങ്കിപ്പനി ദിനം മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനമായിട്ട് ആചരിക്കുന്നത്. മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനമായി ആചരിക്കുന്നത്. 2024-ലെ ഡെങ്കിപ്പനി ദിനത്തിൻ്റെ പ്രമേയമാണ് സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്നത്. 2024-ലെ ഡെങ്കിപ്പനി ദിനത്തിൻ്റെ പ്രമേയമാണ് സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്നത്. കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ ഡെങ്ക് എന്നതാണ് മുദ്രാവാക്യം. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള വ്യക്തികൾക്ക് 10 വർഷത്തേക്കുള്ള ദീർഘകാല താമസമായ ബ്ലൂ ബെർ റെസിഡൻസി നൽകാൻ തീരുമാനിച്ച രാജ്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു UAE ആണ് ബ്ലൂ റെസിഡൻസി നൽകാൻ തീരുമാനിച്ച രാജ്യം. പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് 2024-ന്റെ വേദി തായ്ലൻഡാണ്. പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് 2024-ന്റെ വേദി തായ്ലൻഡാണ്. 2024-ൽ അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമമാണ് ന്യൂയോർക്ക് ടൈംസ്. 2024-ൽ അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ന്യൂയോർക്ക് ടൈംസ് ആണ്.
2024 ഭൂമിക്കരികിലൂടെ കടന്നുപോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹമാണ് 2024 JB2 എന്നത്. 2024 JB2 എന്നത് 2024 ഭൂമിക്ക് അരികിലൂടെ കടന്നുപോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹത്തിൻ്റെ പേരാണ് ഇത്. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. അന്താരാഷ്ട്ര കുടുംബ ദിനമായി ആചരിക്കുന്നത് മെയ് 17 അന്താരാഷ്ട്ര കുടുംബ ദിനമായി ആചരിക്കുന്നത് മെയ് 17 2024 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൻ്റെ പ്രമേയമാണ് കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും. 2024 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൻ്റെ പ്രമേയമാണ് കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും. രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും കൂടുതൽ IPL മത്സരങ്ങളിൽ നയിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളി ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും കൂടുതൽ IPL മത്സരങ്ങളിൽ നയിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളി ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ. ക്രിമിനൽ കേസിൽ പ്രതികളാകുന്ന വ്യക്തികളെ കണ്ടെത്താനായി പോലീസ് പുറത്തിറക്കുന്ന നോട്ടീസാണ് ബ്ലൂ കോർണർ നോട്ടീസ്. ക്രിമിനൽ കേസിൽ പ്രതിയായ വ്യക്തിയെ കണ്ടെത്താനായി പോലീസ് പുറത്തിറക്കുന്ന നോട്ടീസാണ് ബ്ലൂ കോർണർ നോട്ടീസ്. 2024 മെയ്യിൽ മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി. 2024 മെയ്യിൽ മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി. 2024 ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. 2024 ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. 2024 SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് KP രാമനുണ്ണി. 2024 SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേരാണ് KP രാമനുണ്ണി. കഥാസമാഹാരം ഹൈന്ദവം എന്നതാണ്. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച പുതിയ വ്യോമസേന മിസൈലിൻ്റെ പേരാണ് ക്രിസ്റ്റൽ മേസ് എന്നത്. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച പുതിയ വ്യോമസേന മിസൈലിൻ്റെ പേരാണ് ക്രിസ്റ്റൽ മേസ് എന്നത്. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്ററുടെ പേരാണ് വർഗീസ് കോശി. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ മാസ്റ്ററുടെ പേരാണ് വർഗീസ് കോശി എന്നത്. 2024 മെയ്യിൽ അന്തരിച്ച ബിരുബല, രാഭ എന്നിവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബിരുബല രാഭ എന്ന വ്യക്തി. ബിരുബല രാഭി ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല സാമൂഹ്യ പ്രവർത്തനമാണ്. വനിതകളുടെ 1500 മീറ്റർ ഓട്ടത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച ഇന്ത്യൻ താരമാണ് KM ദീക്ഷ. വനിതകളുടെ 1500 മീറ്റർ ഓട്ടത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച ഇന്ത്യൻ താരമാണ് KM ദീക്ഷ. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ശക്തിയുടെ 7ാം പതിപ്പിന് വേദിയാകുന്നത് മേഘാലയ സംസ്ഥാനമാണ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ശക്തിയുടെ 7ാം പതിപ്പിന് വേദിയാകുന്നത് മേഘാലയ സംസ്ഥാനമാണ്. ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി താരമാണ് ഹേമചന്ദ്രൻ M. നായർ. ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി താരമാണ് ഹേമചന്ദ്രൻ M. നായർ. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യമാണ് ചൈന. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യമാണ് ചൈന. നാഷണൽ ടെക്നോളജി ഡേ ആയി ആചരിക്കുന്ന ദിവസമാണ് മെയ് 11. നാഷണൽ ടെക്നോളജി ഡേ ആയി ആചരിക്കുന്ന ദിവസമാണ് മെയ് 11. 2024 മെയ്യിൽ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ S-400 മിസൈലുകൾ വാങ്ങിയത്? റഷ്യ എന്ന രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ S-400 മിസൈലുകൾ വാങ്ങിയത്. ലോകത്തിലാദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യമാണ് ജപ്പാൻ. ലോകത്തിലാദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യമാണ് ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് HDFC. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് HDFC ബാങ്ക്. സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ 1ാമത്തെ രാജ്യമായി മാറിയത് ചൈനയാണ്. സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ 1ാമത്തെ രാജ്യമായി മാറിയത് ചൈനയാണ്. 2ാം സ്ഥാനം അമേരിക്കയും 3ാം സ്ഥാനം ഇന്ത്യയുമാണ്. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായി ആചരിക്കുന്നത് മെയ് 17. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായി ആചരിക്കുന്നത് മെയ് 17. IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 200 സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സഞ്ജു സാംസണാണ്.
IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 200 സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സഞ്ജു സാംസൺ. ജാനകിക്കാട് ഇക്കോ ടൂറിസം സെന്ററിൽ നിന്ന് സർവേയിൽ കണ്ടെത്തിയ ശ്രീലങ്ക ബേ ഓവൽ, ഓറിയന്റൽ സ്കോപ്സ് ഓവൽ എന്നിവ ഏത് പക്ഷിവർഗത്തിൽപ്പെടുന്നു? മൂങ്ങ വർഗത്തിൽപ്പെടുന്നവയാണ് ജാനകിക്കാട് ഇക്കോ ടൂറിസം സെന്ററിൽ നിന്ന് സർവേയിൽ കണ്ടെത്തിയ ശ്രീലങ്ക ബേ ഓവൽ, ഓറിയന്റൽ സ്കോപ്സ് ഓവൽ എന്നിവ. അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 18. അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായി ആചരിക്കുന്നത് മെയ് 18. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത് CISF ആണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത്. ഇന്ത്യ-US തീവ്രവാദ വിരുദ്ധ അഭ്യാസമായ തർക്കാഷ് 7ന്റെ പതിപ്പിന് വേദിയായത് കൊൽക്കത്തയാണ്. ഇന്ത്യ-US തീവ്രവാദ വിരുദ്ധ അഭ്യാസമായ തർക്കാഷിന്റെ 7ാം പതിപ്പിന് വേദിയായത് കൊൽക്കത്തയാണ്. 2024 മെയ് പ്രകാരം ചാറ്റ് GPT-യുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ചാറ്റ് GPT 4o എന്നത്. 2024 മെയ് പ്രകാരം ചാറ്റ് GPT-യുടെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ചാറ്റ് GPT 4o എന്നത്. പാം ഓയിൽ വാങ്ങുന്ന പ്രധാന വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് ഒറാങ്ങൂട്ടാനുകളെ സമ്മാനമായി നൽകാൻ തീരുമാനിച്ച രാജ്യമാണ് മലേഷ്യ. പാം ഓയിൽ വാങ്ങുന്ന പ്രധാന വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് ഒറാങ്ങൂട്ടാനുകളെ സമ്മാനമായി നൽകാൻ തീരുമാനിച്ച രാജ്യമാണ് മലേഷ്യ. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരിയാണ് പ്രതിഭ റായ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരിയുടെ പേരാണ് പ്രതിഭ റായ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ദുർഗ പ്രസാദ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ദുർഗ പ്രസാദ്. യുണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരമാണ് കരീന കപൂർ. യുണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരമാണ് കരീന കപൂർ. ഇന്ത്യയുടെ എത്രാമത്തെ നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി? ഇന്ത്യയുടെ 26ാമത് നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. 2025 ജനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളമാണ്. 2025 ജനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളമാണ്. 2024 മെയ് 6 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ്റെ പേരാണ് ഹരികുമാർ. 2024 മെയ് 6 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ്റെ പേരാണ് ഹരികുമാർ. 2024 4ാമത് ലോക കേരള സഭയുടെ വേദിയാണ് തിരുവനന്തപുരം. 2024 4ാമത് ലോക കേരള സഭയുടെ വേദിയാണ് തിരുവനന്തപുരം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ 2ാമത്തെ ജില്ലയാണ് തൃശ്ശൂർ. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ 2ാമത്തെ ജില്ലയാണ് തൃശ്ശൂർ. ആദ്യ ജില്ല പാലക്കാടാണ്. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഗുവാഹത്തിയിലാണ് ഇത്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 11 സംയുക്ത അഭ്യാസത്തിൻ്റെ വേദിയാണ് പഞ്ചാബ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 11 സംയുക്ത അഭ്യാസത്തിൻ്റെ വേദിയാണ് പഞ്ചാബ്. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച 3ാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേശ് ബാബു. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച 3ാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേശ് ബാബു. കേരളത്തിലെ 2ാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ 2ാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ നിലവിൽ വന്നത് കൊച്ചിയിലാണ്. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ് ആണ്. അടുത്തിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട പൂവാണ് അരളിപ്പൂവ്. അടുത്തിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്ത പൂവാണ് അരളിപ്പൂവ്. പൂവിലും ഇലയിലും വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിയന്ത്രണം. പൂവിലും ഇലയിലും വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തപ്പെട്ടത്. അരളിപ്പൂവിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പൂവിലും ഇലയിലും വിഷാംശം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്.
ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് നെറിയം ഒലിയാണ്ടർ എന്നത്. നെറിയം ഒലിയാണ്ടർ ആൻഡ് നെറിയം ഇൻഡിക്കം എന്നത് അരളിപ്പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്. ഇന്ത്യയിലെ 17ാമത് ചൈനീസ് അംബാസഡറായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് ഷു ഫിയോങ്. ഇന്ത്യയിലെ 17ാമത് ചൈനീസ് അംബാസഡറായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് ഷു ഫിയോങ് എന്നത്. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് ടെൻസിംഗ് എന്നത്. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് ടെൻസിംഗ് എന്ന സിനിമ. ഇതിൻ്റെ സംവിധായിക ജെന്നിഫർ ഫ്രീഡമാണ്. ഓസ്ട്രേലിയക്കാരിയാണ് ജെന്നിഫർ ഫ്രീഡം. ഏത് രാജ്യത്തെ സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണം എന്ന് പ്രസ്താവിച്ചത്? ഇന്ത്യയിലാണ് പ്രഗ്നന്റ് വുമൺ എന്ന പദത്തിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശമുണ്ടായത്. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തിയുടെ പേരാണ് സംഗീത് ശിവൻ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തിയുടെ പേരാണ് സംഗീത് ശിവൻ. 2024 വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലകളാണ് മലപ്പുറം, കോഴിക്കോട് എന്നിവ. 2024 വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലകളാണ് മലപ്പുറം, കോഴിക്കോട് എന്നിവ. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ട ജില്ലയാണ് തൃശൂർ. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ട ജില്ലയാണ് തൃശൂർ. കേരളത്തിൽ ആദ്യമായി വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ ആദ്യമായി വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് ആലപ്പുഴ. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടി നടന്ന സ്ഥലമാണ് അസർബൈജാനിലെ ബാക്കു. 2024 ലോക കാലാവസ്ഥ ഉച്ചകോടി നടത്തപ്പെട്ട സ്ഥലമാണ് അസർബൈജാനിലെ ബാക്കു. 2025 ലോക കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്ന വേദി COP30 എന്നാണ് ലോക കാലാവസ്ഥ ഉച്ചകോടി അറിയപ്പെടുന്നത്. 2025 ലോക കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്ന വേദിയാണ് ബെലേം ഡോ പാറ. ഇത് ബ്രസീലിലാണ്. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കുവാൻ തീരുമാനിച്ച രാജ്യമാണ് നേപ്പാൾ. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം നേപ്പാളാണ്. ഇന്ത്യയിൽ കോളേജ് ക്യാമ്പസിൽ സ്ഥാപിതമായ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്ന കോളേജ് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇത് മൂവാറ്റുപുഴയിലാണ്. ഇന്ത്യയിൽ കോളേജ് ക്യാമ്പസിൽ സ്ഥാപിതമായ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്ന കോളേജ് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മൂവാറ്റുപുഴയാണ്. അടുത്തിടെ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ്-19 വകഭേദമാണ് ഫ്ലിർട്ട് എന്നത്. അടുത്തിടെ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ്-19 വകഭേദമാണ് ഫ്ലിർട്ട്. ഒമിക്രോണിൻ്റെ JN1ൽപ്പെട്ട കോവിഡ് വകഭേദമാണ് ഫ്ലിർട്ട് എന്നത്. ഒമിക്രോണിൻ്റെ JN1ൽപ്പെട്ട കോവിഡ് വകഭേദമാണ് ഫ്ലിർട്ട്. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതിയാണ് ശലഭം എന്നത്. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം എന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെയിലാണ്. 2024 വനിതാ 2020 മത്സരത്തിന് വേദിയാകുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. 2024 വനിതാ 2020 മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. അടുത്തിടെ അസ്ട്രാസെനക എന്ന കമ്പനി വിപണിയിൽ നിന്നും പിൻവലിച്ച കോവിഡ് വാക്സിനാണ് കോവിഷീൽഡ്. അടുത്തിടെ അസ്ട്രാസെനക എന്ന കമ്പനി വിപണിയിൽ നിന്നും പിൻവലിച്ച കോവിഡ് വാക്സിനാണ് കോവിഷീൽഡ്. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുവാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസമാണ് മെയ് 25. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുവാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസമാണ് മെയ് 25. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ടിലാണ്. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ടിലാണ്. AI സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടിയാണ് ബ്ലച്ചലി ഉടമ്പടി. AI സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടിയാണ് ബ്ലച്ചലി ഉടമ്പടി. ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞയുടെ പേരാണ് വിക്ടോറിയ ഷീ. ഉക്രൈൻ സ്വദേശിനിയാണ് ഇവർ. ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞയുടെ പേരാണ് വിക്ടോറിയ ഷീ. ഉക്രൈൻ സ്വദേശിനിയാണ് ഇവർ. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി ADSകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നിടം എന്നത്. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി ADSകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്നിടം. 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ചിലി. 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ചിലി. ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3.
ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായി അറിയപ്പെടുന്നത് മെയ് 3 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേള വിദ്വാൻ കേളത്ത് അരവിന്ദാക്ഷ മാരാർ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേള വിദ്വാനാണ് കേളത്ത് അരവിന്ദാക്ഷ മാരാർ. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥമാണ് പലമത സാരവുമേകം എന്നത്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥമാണ് പലമത സാരവുമേകം എന്നത്. 2024 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭ വർമ്മയാണ്. 2024 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭ വർമ്മയാണ്. 2024 സത്യജിത്ത് റേ പുരസ്കാരം നേടിയ മലയാള സിനിമാ നടിയാണ് ഷീല. 2024 സത്യജിത്ത് റേ പുരസ്കാരം നേടിയ മലയാള സിനിമാ നടിയുടെ പേരാണ് ഷീല. 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ജേതാക്കളാണ് ചൈന. 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ജേതാക്കളാണ് ചൈന. വേദി ചൈനയിലെ ചെങ്ഡു ആണ്. പുരുഷന്മാർക്കുള്ള അന്താരാഷ്ട്ര ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പാണ് തോമസ് കപ്പ്. പുരുഷന്മാർക്കുള്ള അന്താരാഷ്ട്ര ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പാണ് തോമസ് കപ്പ്. വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പാണ് യൂബർ കപ്പ് എന്നത്. വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പാണ് യൂബർ കപ്പ്. 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആശ ശോഭന. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആശ ശോഭന. ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് മെയ് 30. ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് മെയ് 30. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനമാണ് മാരീച്ച്. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനമാണ് മാരീച്ച് എന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത മലയാള സാഹിത്യ സമിതിയുടെ 2ാമത്തെ കവിതാ സമാഹാരമാണ് ദലമർമരങ്ങൾ എന്നത്. 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത മലയാള സാഹിത്യ സമിതിയുടെ 2ാമത്തെ കവിതാ സമാഹാരമാണ് ദലമർമരങ്ങൾ. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI അവതാരകയാണ് സന. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI അവതാരകയാണ് സന. 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. 2024 ICC വനിതാ 2020 ലോകകപ്പ് വേദി ബംഗ്ലാദേശാണ്. 2024 ICC വനിതാ 2020 ലോകകപ്പ് വേദിയാണ് ബംഗ്ലാദേശ്. 2024 ICC പുരുഷ 2020 ലോകകപ്പ് വേദി വെസ്റ്റ് ഇൻഡീസാണ് USA. 2024 ICC പുരുഷ 2020 ലോകകപ്പ് വേദിയാണ് വെസ്റ്റ് ഇൻഡീസ്. USAയിലാണ് ഇത് നടക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിലും USAയിലുമാണ് 2024 ICC പുരുഷ 2020 ലോകകപ്പ് വേദി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2023-24 വിജയികളായ ടീമാണ് മുംബൈ സിറ്റി FC. മുംബൈ സിറ്റി FC ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2023-24 വിജയികളായ ടീം. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലിൻ്റെ പേരാണ് ഫുജിയാൻ. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലിൻ്റെ പേരാണ് ഫുജിയാൻ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം 2022 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യമാണ് ഇന്ത്യ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം 2022 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യമാണ് ഇന്ത്യ. രണ്ടാമത്തേത് മെക്സിക്കോയാണ്. 3ാം സ്ഥാനത്ത് ചൈനയുമാണ്. രണ്ടാമത് മെക്സിക്കോയും 3ാം സ്ഥാനത്ത് ചൈനയുമാണ്. 2024 മെയ്യിൽ ഗൂഗിൾ ഡൂഡിലിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ഗുസ്തി താരമാണ് ഹമീദ ബാനു. 2024 മെയ്യിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഗുസ്തി താരമാണ് ഹമീദ ബാനു. 14ാമത് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരത്തിന് അർഹനായത് രാകേഷ് നാരായണനാണ്. ചിത്രം തണുപ്പ്.
14ാമത് ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരത്തിന് അർഹനായത് രമേശ് നാരായണനാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭയാണ്. ഇന്ത്യയിലെ ആദ്യ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭയാണ്. നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. 2024 മെയ്യിൽ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാൻ വേണ്ടി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാനുള്ള നടപടിക്കൊരുങ്ങുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. 2024 മെയ്യിൽ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാനുള്ള നടപടിക്കൊരുങ്ങുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയ ശേഷം വീണ്ടും നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് തായ്ലൻഡ്. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയ ശേഷം വീണ്ടും നിരോധിക്കുവാൻ ഒരുങ്ങുന്ന രാജ്യമാണ് തായ്ലൻഡ്. 2024 മെയ്യിൽ 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകന്റെ പേരാണ് ചട്ടമ്പി സ്വാമികൾ. 2024 2020 ലോകകപ്പിനുള്ള അമേരിക്കൻ ടീമിന്റെ ക്യാപ്റ്റനായ ഇന്ത്യക്കാരന്റെ പേരാണ് മോനക് പട്ടേൽ. 2024 2020 ലോകകപ്പിനുള്ള അമേരിക്കൻ ടീമിന്റെ ക്യാപ്റ്റനായ ഇന്ത്യക്കാരന്റെ പേരാണ് മോനക് പട്ടേൽ. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോളാണ് ടാംജ ബ്ലൂ ഹോൾ. ഇത് മെക്സിക്കോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോളാണ് ടാംജ ബ്ലൂ ഹോൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് മെക്സിക്കോയിലാണ്. ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മറൈൻ സിങ്ക് ഹോൾ ബ്ലൂ ഹോൾ ഇത് കണ്ടെത്തിയത് മെക്സിക്കോയിലാണ്. ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മറൈൻ സിങ്ക് ഹോളായ ബ്ലൂ ഹോൾ കണ്ടെത്തിയത് മെക്സിക്കോയിലാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ഹർമൻപ്രീത് കൗറാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ഹർമൻപ്രീത് കൗർ. 2024 മെയ്യിൽ അന്താരാഷ്ട്ര ഗുസ്തി സംഘടന വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ബജരംഗ് പൂനിയ. 2024 മെയ്യിൽ അന്താരാഷ്ട്ര ഗുസ്തി സംഘടന വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ബജരംഗ് പൂനിയ. അടുത്തിടെ കനത്ത മഴയെ തുടർന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ബ്രസീൽ. 2024 മെയ്യിൽ അന്തരിച്ച ഹോളിവുഡ് താരമാണ് ബെർണാഡ് ഹിൽ. 2024 മെയ്യിൽ അന്തരിച്ച ഹോളിവുഡ് താരമാണ് ബെർണാഡ് ഹിൽ. അടുത്തിടെ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി. 2023 മെയ്യിൽ അന്താരാഷ്ട്ര റേഡിയോ ടെലിവിഷൻ പ്രക്ഷേപണ മാധ്യമമായ അൽ ജസീറയ്ക്ക് വിലക്കേർപ്പെടുത്തിയത് ഇസ്രായേലാണ്. അൽ ജസീറയ്ക്ക് വിലക്കേർപ്പെടുത്തിയ രാജ്യമാണ് ഇസ്രായേൽ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂരാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് എന്ന പദ്ധതി ആരംഭിച്ചത് മണിപ്പൂരിലാണ്. 2024 അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമമാണ് ന്യൂയോർക്ക് ടൈംസ്. 2024 അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ന്യൂയോർക്ക് ടൈംസ് ആണ്. അടുത്തിടെ അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തപ്പെട്ട പുതിയ ഇനം ക്യാറ്റ്ഫിഷിന്റെ പേരാണ് ഗ്ലിപ്റ്റോതൊറാക്സ് പുണ്യബ്രതൈ. ഗ്ലിപ്റ്റോതൊറാക്സ് പുണ്യബ്രതൈ ആണ് അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തപ്പെട്ട പുതിയ ഇനം ക്യാറ്റ്ഫിഷ്. അടുത്തിടെ WFI അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളിയുടെ പേരാണ് സ്മിത AS. സ്മിത AS ആണ് WFI അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി വനിത. ആകാശവാണി വാർത്തയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് മൗഷ്മി ചക്രവർത്തിയാണ്. ആകാശവാണി വാർത്തയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് മൗഷ്മി ചക്രവർത്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആൾ ഇന്ത്യ ബോംബർ വിമാനമാണ് FWD-200B എന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനമാണ് FWD-200B എന്നത്. 2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ പ്രശസ്തനായ മേഖലയാണ് കർണാടക സംഗീതം. 2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് സതീശൻ പ്രശസ്തനായ മേഖലയാണ് കർണാടക സംഗീതം. 2023-24 സീസണിലെ സ്പാനിഷ് ലാലിഗ കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. 2023-24 സീസണിലെ സ്പാനിഷ് ലാലിഗ കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. ഡീഗോ മറഡോണയ്ക്ക് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് 1986 മെക്സിക്കോ ലോകകപ്പിലാണ്. ഡീഗോ മറഡോണയ്ക്ക് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് 1986 മെക്സിക്കോ ലോകകപ്പിലായിരുന്നു. തെക്കൻ പസഫിക് സമുദ്രത്തിലെ ദ്വീപായ സോളമൻ ദ്വീപിലെ പുതിയ പ്രധാനമന്ത്രിയാണ് ജെറമിയ മാനെ ലെയ. തെക്കൻ പസഫിക് സമുദ്രത്തിലെ ദ്വീപായ സോളമൻ ദ്വീപിലെ പുതിയ പ്രധാനമന്ത്രിയാണ് ജെറമിയ മാനെ ലെയ.
2024 യുനെസ്കോയുടെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചത് ഗാസയിലെ വംശഹത്യ റിപ്പോർട്ട് ചെയ്ത പാലസ്തീൻ മാധ്യമ പ്രവർത്തകർക്കാണ്. 2024 യുനെസ്കോയുടെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചത് ഗാസയിലെ വംശഹത്യ റിപ്പോർട്ട് ചെയ്ത പാലസ്തീൻ മാധ്യമ പ്രവർത്തകർക്കാണ്. 2024 കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. 2024 കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് S സോമനാഥനാണ്. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് S സോമനാഥനാണ്. ISRO ചെയർമാനാണ് ഇദ്ദേഹം. റഷ്യയുടെ പ്രസിഡന്റായി 5ാമത്തെ തവണയും ചുമതലയേറ്റ വ്യക്തിയുടെ പേരാണ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ പ്രസിഡന്റായി 5ാമത്തെ തവണയും ചുമതലയേറ്റത് വ്ളാഡിമിർ പുടിൻ ആണ്. ഇന്ദുലേഖ എന്ന ചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരനാണ് രാജ രവിവർമ്മ. ഇന്ദുലേഖ എന്ന ചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരനാണ് രാജ രവിവർമ്മ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിലെ ഗർത്തങ്ങളിൽ മഞ്ഞ രൂപത്തിൽ വെള്ളമുണ്ടാകാനുള്ള സാധ്യതയായി കണ്ടെത്തിയത് ISROയാണ്. ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിലെ ഗർത്തങ്ങളിൽ മഞ്ഞിന്റെ രൂപത്തിൽ വെള്ളമുണ്ടാകാനുള്ള സാധ്യത കണ്ടെത്തിയത് ISROയാണ്. ഇന്ത്യയിലെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തല്ലൂർ ഇടുക്കി ജില്ലയിലാണ്. ഇന്ത്യയിലെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തല്ലൂർ ഇടുക്കി ജില്ലയിലാണ്. 2023-24 FIH പ്രോ ലീഗ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റന്റെ പേരാണ് സലീമ ടെറ്റെ. 2023-24 FIH പ്രോ ലീഗ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റന്റെ പേരാണ് സലീമ ടെറ്റെ. ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്കിന് തുടക്കം കുറിച്ച ജെൻ റോബോട്ടിക്സ് ഏത് സംസ്ഥാനത്തു നിന്നുള്ള റോബോട്ടിക്സ് സ്റ്റാർട്ടപ്പാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കേരളം. ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്കിന് തുടക്കം കുറിച്ച ജെൻ റോബോട്ടിക്സ് കേരളത്തിൽ നിന്നുള്ളതാണ്. 2024 നടക്കുന്ന 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരമാണ് സഞ്ജു സാംസൺ. 2024 നടക്കുന്ന 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരമാണ് സഞ്ജു സാംസൺ. ശ്രീശാന്തിന് ശേഷം 2020 ലോകകപ്പിൽ ഇടം നേടുന്ന മലയാളിയാണ് സഞ്ജു സാംസൺ. 2024 പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാളി നടന്റെ പേരാണ് ജഗതി ശ്രീകുമാർ. 2024 പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാണ് ജഗതി ശ്രീകുമാർ. നാസയുടെ ചാന്ദ്രദൗത്യമായ ആർട്ടമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികനാണ് ഡോക്ടർ അനിൽ മേനോൻ. നാസയുടെ ചാന്ദ്രദൗത്യമായ ആർട്ടമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികന്റെ പേരാണ് ഡോക്ടർ അനിൽ മേനോൻ. 2024 ഭൗമദിന ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാര സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. 2024 ഭൗമദിന ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാര സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്. 2024 ഏപ്രിൽ 17 കോടിക്ക് ലേലം ചെയ്യപ്പെട്ട രാജ രവിവർമ്മ വരച്ച ചിത്രമാണ് മോഹിനി. 2024 ഏപ്രിൽ 17 കോടിക്ക് ലേലം ചെയ്യപ്പെട്ട രാജ രവിവർമ്മ വരച്ച ചിത്രത്തിൻ്റെ പേരാണ് മോഹിനി. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമാണ് അമേരിക്ക. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമാണ് അമേരിക്ക. 2ാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. 3ാം സ്ഥാനത്ത് റഷ്യയും 4ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുമാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്കയും, 2ാം സ്ഥാനത്ത് ചൈനയും, 3ാം സ്ഥാനത്ത് റഷ്യയും, 4ാം സ്ഥാനത്ത് ഇന്ത്യയുമാണ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പിൻ്റെ പേരാണ് സാക്ഷം. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പിൻ്റെ പേരാണ് സാക്ഷം. ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളിയാണ് ശ്രേയസ്. വൈക്കം സ്വദേശിയാണ് ശ്രേയസ്. ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളിയാണ് ശ്രേയസ്. വൈക്കം സ്വദേശിയാണ് ശ്രേയസ്. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖമാണ് കങ്കാസൻ തുറൈ
തുറമുഖമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖമാണ് കങ്കാസന്തുറൈ തുറമുഖം. ഹരിത നോവൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെൻ്റൽ പ്രൈസ് 2024 നേടിയ ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെൻ്റൽ പ്രൈസ് 2024 നേടിയ ഇന്ത്യക്കാരൻ്റെ പേരാണ് അലോക് ശുക്ല. നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെൻ്ററാണ് തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം. നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെൻ്ററാണ് തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം എന്നത്. ലോകത്ത് ആദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ലോകത്താദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതിയാണ് സുപ്രീം കോടതി. സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതിയാണ് സുപ്രീം കോടതി. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ്. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ലിറ്റ്സിയ വാഗമണിക. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ലിറ്റ്സിയ വാഗമണിക. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിതയുടെ പേരാണ് സജന സജീവൻ. ഒന്നാമത്തെ മലയാളി വനിത മിന്നു മണി. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത സജന സജീവനും ഒന്നാമത്തെ മലയാളി വനിത മിന്നു മണിയുമാണ്. 2024 നടക്കുന്ന 2020 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യുവരാജ് സിംഗ് ആണ്. 2024 നടക്കുന്ന 2020 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടവർ യുവരാജ് സിംഗ് ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് യുവരാജ് സിംഗ്. ക്രിക്കറ്റ് താരം ക്രിസ് ഗെയിലാണ്. ഉസൈൻ ബോൾട്ട് ജമൈക്കൻ അത്ലറ്റ്. 2024 നടക്കുന്ന 2020 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിക്കറ്റ് താരമായ യുവരാജ് സിംഗ്, ക്രിസ് ഗെയിൽ, ഉസൈൻ ബോൾട്ട് എന്നിവരാണ്. ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് മെയ് 1. 2024 ലോക തൊഴിലാളി ദിന പ്രമേയമാണ് മാറുന്ന കാലാവസ്ഥയിൽ ജോലിയിൽ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പാക്കുന്നു എന്നത്. മാറുന്ന കാലാവസ്ഥയിൽ ജോലിയിൽ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പാക്കുന്നു. എൻഷുറിംഗ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് ഇൻ എ ചലഞ്ചിങ് ക്ലൈമറ്റ് എന്നതാണ് തൊഴിലാളി ദിനത്തിൻ്റെ പ്രമേയം. കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപയോക്താക്കൾക്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ് KB പ്രൈം എന്നത്. കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപയോക്താക്കൾക്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ് KB പ്രൈം. അടുത്തിടെ അന്തരിച്ച പ്രമുഖ തമിഴ് പിന്നണി ഗായികയുടെ പേരാണ് ഉമാ രമണൻ. അടുത്തിടെ അന്തരിച്ച പ്രമുഖ തമിഴ് പിന്നണി ഗായികയുടെ പേരാണ് ഉമാ രമണൻ. 2024 ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ലിമയാണ്. പെറുവിൻ്റെ തലസ്ഥാനമാണ് ലിമ. 2024 ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പെറുവിലെ ലിമ എന്ന പ്രദേശമാണ്. 2024 ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ദുബായ് ആണ്. 2024 ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ദുബായ് ആണ്. ഇന്ത്യൻ വനിതാ നാവികരുടെ ആദ്യ ലോക സഞ്ചാരത്തിന് തയ്യാറെടുക്കുന്ന നാവികസേനയിലെ മലയാളി വനിതയാണ് ലഫ്റ്റനന്റ് കമാൻഡർ K. ദിൽന. ഇന്ത്യൻ വനിതാ നാവികരുടെ ആദ്യ ലോക സഞ്ചാരത്തിന് തയ്യാറെടുക്കുന്ന നാവികസേനയിലെ മലയാളി വനിതയുടെ പേരാണ് ലഫ്റ്റനന്റ് കമാൻഡർ K. ദിൽന. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയം അംഗീകരിച്ച തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയം അംഗീകരിച്ച തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയറാണ് പ്രതിബിംബ് എന്നത്. ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയറാണ് പ്രതിബിംബ്. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൽ ആണ്. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണാലിൽ ആണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിക്ക് വേദിയായത് അബുദാബിയാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിക്ക് വേദിയായത് അബുദാബിയാണ്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള മറൈൻ ബയോളജി വിഭാഗത്തിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരയുടെ പേരാണ് ടാർഡിഗ്രേഡ്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള മറൈൻ ബയോളജി വിഭാഗത്തിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടിയുടെ പേരാണ് ടാർഡിഗ്രേഡ് എന്നത്. ബാറ്റിലിപ്സ് ചന്ദ്രയാനി
ബാറ്റിലിപ്സ് ചന്ദ്രയാനി എന്നതാണ് പുതിയ ഇനം ജലക്കരടി. ടാർഡിഗ്രേഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃക പോളിംഗ് ബൂത്തായ റെയിൻബോ ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃക പോളിംഗ് ബൂത്തായ റെയിൻബോ ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടമാണ് തിരുവനന്തപുരം. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണെന്ന് പരാമർശിച്ച ഹൈക്കോടതിയാണ് മുംബൈ ഹൈക്കോടതി. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശമാണെന്ന് പരാമർശിച്ച ഹൈക്കോടതിയുടെ പേരാണ് മുംബൈ ഹൈക്കോടതി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പേരാണ് സന്തോഷ് കുമാർ യാദവ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ്റെ പേരാണ് സന്തോഷ് കുമാർ യാദവ്. 2023 നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരിയുടെ പേരാണ് സ്വാതി നായക്. 2023 നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരിയുടെ പേരാണ് സ്വാതി നായക്. ടിക്ടോക്ക് നിരോധിക്കാനുള്ള ബില്ല് പാസാക്കിയ രാജ്യമാണ് അമേരിക്ക. ടിക്ടോക്ക് നിരോധിക്കാനുള്ള ബില്ല് പാസാക്കിയ രാജ്യമാണ് അമേരിക്ക. ലോക രോഗപ്രതിരോധ വാരം തുടങ്ങുന്നത് ഏപ്രിൽ 24 മുതൽ 30 വരെയാണ്. ലോക രോഗപ്രതിരോധ വാരം തുടങ്ങുന്നത് ഏപ്രിൽ 24 മുതൽ 30 വരെയാണ്. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദിയാണ് ഇറ്റലി. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദിയാണ് ഇറ്റലി. 2024 സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യമാണ് ഇറാഖ്. 2024 സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യം ഇറാഖാണ്. 2024 സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്റെ പേരാണ് ഇവാൻ വുക്കുമോനിച്ച്. 2024 സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പരിശീലകന്റെ പേരായിരുന്നു ഇവാൻ വുക്കോമാനോവിച്ച്. മൊബൈൽ ഡാറ്റ വിനിമയത്തിൽ 1ാം സ്ഥാനത്തുള്ള കമ്പനിയുടെ പേരാണ് റിലയൻസ് ജിയോ. മൊബൈൽ ഡാറ്റ വിനിമയത്തിൽ 1ാം സ്ഥാനത്തുള്ള കമ്പനിയുടെ പേരാണ് റിലയൻസ് ജിയോ. 2024 നടക്കുന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. 2024 നടന്ന ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ടൂർണമെൻറ്റിൻ്റെ ക്യാപ്റ്റൻ്റെ പേരായിരുന്നു രോഹിത് ശർമ്മ. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവ്വം എന്നത്. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവ്വം പദ്ധതി. 11ാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിന് വേദിയായത് ജോർദാനാണ്. 11ാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിന് വേദിയായത് ജോർദാനായിരുന്നു. കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബെ ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കെനിയ. കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബെ ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കെനിയ. 2024 ഏപ്രിൽ ഗുജറാത്തിലെ ബെന്നി സമതലത്തിൽ നാസയുടെ ലാൻഡ്സാറ്റ് 8 ഉപഗ്രഹം കണ്ടെത്തിയ ഗർത്തമാണ് ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ. 2024 ഏപ്രിൽ ഗുജറാത്തിലെ ബെന്നി സമതലത്തിൽ നാസയുടെ ലാൻഡ്സാറ്റ് 8 ഉപഗ്രഹം കണ്ടെത്തിയ ഗർത്തമാണ് ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ എന്നത്. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച പാലസ്തീൻ സാഹിത്യകാരനാണ് ബാസിം ഖൻദാഗ്ജി. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച പാലസ്തീൻ സാഹിത്യകാരനാണ് ബാസിം ഖൻദാഗ്ജി. പുരസ്കാരം ലഭിച്ച നോവലിൻ്റെ പേരാണ് എ മാസ്ക് ദ കളർ ഓഫ് ദ സ്കൈ എന്നത്. പുരസ്കാരം ലഭിച്ച നോവലിൻ്റെ പേരാണ് എ മാസ്ക് ദ കളർ ഓഫ് ദ സ്കൈ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമായ സൈക്ക് 16 അമേരിക്കൻ നാസ അയച്ച പേടകമാണ് സൈക്ക്. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 3 മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. 2ാം സ്ഥാനത്ത് തുടരുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. 3ാം സ്ഥാനത്തുള്ള രാജ്യമാണ് സ്വീഡൻ. 3ാം സ്ഥാനത്ത് സ്വീഡനും ഇന്ത്യയുടെ സ്ഥാനം 159ാമതുമാണ്. 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേര് നോർവേ എന്നും 2ാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേര് ഡെൻമാർക്ക് എന്നും 3ാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേര് സ്വീഡൻ എന്നും ഇന്ത്യയുടെ സ്ഥാനം 159ാമതുമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹോട്ടലുകളുടെ പട്ടികയിൽ 11ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും സ്ഥാനം മൂന്നാറിലെ ആഡംബര റിസോർട്ടായ ചാൻഡീസ് വിൻഡിവുഡ്സ് കരസ്ഥമാക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹോട്ടലുകളുടെ പട്ടികയിൽ 11ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും സ്ഥാനം മൂന്നാറിലെ ആഡംബര റിസോർട്ടായ ചാൻഡീസ് വിൻഡിവുഡ്സ് എന്ന ഹോട്ടലിനാണ് സ്വന്തമായത്.
ബാസിസ് അക്കാഡമി നൽകുന്ന 2024 മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. കറണ്ട് അഫയേഴ്സ് വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്